Hi all, welcome to my another video of electric system design. Today we are going to discuss about the module 2, some problem related portions in this area. So അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 2 ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഒരു കാൽക്കുലേഷൻസ് ആയിരുന്നു. അതായത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിലായാലും അതേപോലെ തന്നെ ലോഡ് കാൽക്കുലേഷൻ എന്താണ് ചെയ്യേണ്ടത്, ഏതൊക്കെ മെറ്റീരിയൽസ് നമ്മൾ ഫിറ്റ് ചെയ്യണം, MCB, LCB അങ്ങനത്തെ കാര്യങ്ങൾ, RCCB ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാൽക്കുലേഷൻസ് ആയിട്ടാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇന്നത്തെ ഈ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ടു ഗെറ്റ് മോർ വീഡിയോസ് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പ്രോബ്ലത്തിൽ നമ്മൾ തുടങ്ങാം. അപ്പോൾ ഒരു വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻസ് ഫോർ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. കൺസിഡർ സിമ്പിൾ ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ ഇൻ എ റൂം. അപ്പോൾ നമ്മൾ ഒറ്റ റൂമാണ് ഇവിടെ കൺസ്ട്രക്ഷൻ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഐസോമെട്രിക് വ്യൂ ഇവിടെ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ പ്ലാൻസ് ഫോർ വയറിംഗ് ആൻഡ് ഫിറ്റിംഗ്സ് ഇൻ ദ റൂം ആർ ഷോൺ ഇൻ ഫിഗർ A and B. Installation plan and the schematic diagram and complete wiring diagram can be prepared and it is also shown in figure C and D. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കാൻ, എങ്ങനെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫിഗേഴ്സിൽ കൊടുത്തിട്ടുണ്ട് കറസ്പോണ്ടിങ്ങിൽ. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് തന്നേക്കുന്നത് ഒരു ഐസോമെട്രിക് വ്യൂ ഇത്ര മാത്രമേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വരച്ചേക്കണം. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിനകത്ത് നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഉണ്ട് ഈ ഒരു ഭാഗത്ത്, പിന്നെ വയേഴ്സ് വന്നിട്ടുണ്ട്, ദെൻ സ്വിച്ച് ബോർഡ് ഉണ്ട്, ഇവിടെ റെഗുലേറ്റർ ഉണ്ട്, ഫാനിൻ്റെ 3 സ്വിച്ചുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ. അതായത് ഒന്ന് ലൈറ്റ്, രണ്ടാമത്തെ ലൈറ്റ്, ഒന്ന് ഫാന്. ഓക്കെ, അതുകൊണ്ടാണ് 3 സ്വിച്ചുകളും ഒരു റെഗുലേറ്ററും ഇവിടെ കൊടുക്കാൻ കാരണം. ദെൻ ഒരു പവർ പ്ലഗും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏരിയ, റൂമിൻ്റെ വലിപ്പം 5 മീറ്റർ, 3.5 മീറ്റർ. അപ്പോൾ എസ്റ്റിമേഷൻ സൈഡ് നമുക്കിവിടെ ചെയ്യാനില്ല ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ബാക്കിയുള്ള കാൽക്കുലേഷൻസ് എത്ര വയർ, എത്ര ആംബിയൻ്റെ വയർ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻലി ശ്രദ്ധിക്കാനുള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഇതിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട് നമ്മൾ കൊടുത്തേക്കുന്നത്. അതായത് ഒരു സ്വിച്ച് ലൈറ്റ്, അടുത്തൊരു സ്വിച്ച് ലൈറ്റ്, ദെൻ ഒരു സ്വിച്ച് റെഗുലേറ്ററിൻ്റെ സിമ്പിളാണ് കൊടുത്തേക്കുന്നത്. ഒരു ഹാഫ് റൗണ്ട് പോലത്തെ പോർഷനും അതേപോലെ തന്നെ സ്ക്വയറും, പിന്നെ ഫാൻ്റെ സിമ്പിൾ ഒരു 8 പോലത്തെയാണ് വന്നിട്ടുള്ളത്. ദെൻ പവർ പ്ലഗിൻ സിമ്പിൾ, പവർ പ്ലഗിൻ സ്വിച്ച്. ദെൻ ദിസ് ഈസ് ദ വയറിംഗ് ഡയഗ്രാം ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്ന് നമ്മൾ ആദ്യം സ്വിച്ച് ബോർഡിലേക്ക് പോയി. സ്വിച്ച് ബോർഡിൽ ഇവിടെ നിന്നെല്ലാം നമ്മൾ ഷോർട്ട് ചെയ്ത് കൊടുത്തു. ഒരെണ്ണം നേരിട്ട് ലാമ്പിലേക്ക് പോകുന്നു, രണ്ടാമത്തെ നേരിട്ട് ലാമ്പിലേക്ക് പോയി, ഒരെണ്ണം റെഗുലേറ്റർ വഴി ഫാനിലേക്ക് വന്നു, പിന്നെ ന്യൂട്രലെല്ലാം കോമൺലി നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, ദെൻ പിന്നെ അത് കൂടാണ്ട് ഒരു പവർ പ്ലഗിൻ്റെ ഒരു ബോർഡ്, അതായത് നമുക്കൊരു പവർ പ്ലഗ് ഉണ്ടെന്ന് അറിയാനകത്ത്. അപ്പോൾ ഒരു സെപ്പറേറ്റ് ലൈൻ, ഒരു ഫേസ് ന്യൂട്രലും നമ്മൾ പവർ പ്ലഗിൻ്റെ അവിടേക്ക് വേണ്ടി കൂടാണ്ട് ഒരു എർത്ത് വയർ നമ്മൾ ഡോട്ടഡ് ലൈൻസ് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പവർ പ്ലഗിൻ്റെ ലൈൻ വരുന്നത് ആദ്യം സ്വിച്ചിലേക്ക് പോകും, സ്വിച്ച് ഓൺ ചെയ്യണം അനുസരിച്ചിട്ട് ഈ പ്ലഗിലേക്ക് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ വി ആർ കോളിംഗ് ദിസ് ആസ് ദ വയറിംഗ് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേര് മൾട്ടി ലൈൻ ഡയഗ്രാം എന്നാണ്. കാരണം ഇവിടെ സെപ്പറേറ്റ് ലൈൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് ഇപ്പോൾ മൾട്ടി ലൈൻ ഡയഗ്രാം അല്ല, സിംഗിൾ ലൈൻ ഡയഗ്രാം നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കും നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ക്രോസ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് വയർ എത്ര എണ്ണം ഉണ്ട് അത് നമ്മൾ അത്രയും ലൈൻസ് ഇവിടെ വരച്ച് വയ്ക്കും. ഒരു എക്സാമ്പിൾ നമുക്കിവിടെ നോക്കി കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ L1 എന്നാണ് പൊസിഷനിൽ ഇവിടെ 3 ലൈൻസ് ആണുള്ളത്. അതായത് L1 നോക്കി കഴിഞ്ഞാൽ 3 വയേഴ്സ്, 1, 2, 3. L2ലാണെങ്കിൽ ആകെ 2 വയറിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ L2ൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഓൺലി 2 ലൈൻസ്, അതായത് 2 വയേഴ്സ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ദിസ് ഇസ് L2. ഓക്കെ, ഇതിൻ്റെ ചെറിയ കാൽക്കുലേഷൻസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ for the wiring installations, consider the watts of the light point is 60 and fan point is also 60. Power plug socket is 1000 watts. അപ്പോൾ പവർ പ്ലഗിന് എപ്പോഴും നമ്മൾ 1000 വാട്ട്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, ബാക്കി രണ്ടിനും 60 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 ലൈറ്റ് നമുക്കുള്ള നമ്പർ ഓഫ് ലൈറ്റ് ഈക്വൽ ടു 2. സോ ടോട്ടൽ വാട്ട്സ് ഓഫ് ദ ലൈറ്റ് ഈസ് 2 × 60 120. ഫാൻ പോയിൻ്റ് വരുന്നുള്ളൂ. അപ്പോൾ 1 × 60 ഈക്വൽ ടു 60 വാട്ട്സ് വരുന്നു. സോ ടോട്ടൽ ലൈറ്റ് ലോഡ്, അതായത് ഫാൻ പ്ലസ് ലൈറ്റ് വരുന്ന ലോഡിന് നമ്മൾ ലൈറ്റ് ലോഡ് എന്ന് പറയുക, കാരണം ലോഡ് കുറവായതുകൊണ്ട്. സോ വി ഗെറ്റ് ടോട്ടൽ 180. ദെൻ പവർ പ്ലഗ് ആകെ ഒരെണ്ണുള്ളൂ. അപ്പോൾ എൻ്റെ വാട്ട്സ് എന്ന് പറയുന്നത് 1 × 1000, അതായത് 1000 വാട്ട്സ് ആണ് വരിക പവർ പ്ലഗിൻ്റെ. ഓക്കെ, നമ്പർ ഓഫ് സബ് സർക്യൂട്ട് ആർ ഡിസൈഡ് ആസ് പെർ ദ നമ്പർ ഓഫ് പോയിൻറ്റ്സ് ടു ബി വയേഴ്സ് ആൻഡ് ദ ടോട്ടൽ ലോഡ് കാൽക്കുലേറ്റഡ് ടു ദ സപ്ലൈ സിസ്റ്റം. അപ്പോൾ നമ്മളിപ്പോൾ ലോഡ് ആദ്യമാണ് കാൽക്കുലേഷൻ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എത്ര സബ് സർക്യൂട്ട് വേണമെന്നുള്ളതാണ്. അത് MCB കാര്യങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് തീരുമാനിക്കുന്നത് നമ്മുടെ ലോഡ് അനുസരിച്ചിട്ടാണ്. ഒന്നെങ്കിൽ എത്ര വാട്ട്സ് ഉണ്ട് ടോട്ടലി, അല്ലെങ്കിൽ എത്ര നമ്പർ ഉണ്ട് ടോട്ടലി, അത് നോക്കിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ലൈറ്റ് ഫാൻ സർക്യൂട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 800 വാട്ട്സാണ് മാക്സിമം പാടുള്ളൂ, അല്ലെങ്കിൽ 10 പോയിൻറ്റുകൾ. പക്ഷേ 800 വാട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് ഒരു 600 വാട്ട്സൊക്കെ ആയിരിക്കും മെയിൻ എടുക്കേണ്ടത്. 10 പോയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മളൊരു 7-8 പോയിൻറ്റ്സൊക്കെയാണ് കൺസിഡറേഷൻ ചെയ്യുക. കാരണം ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എടുത്ത് വയ്ക്കാറുണ്ട്. സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ 10 എണ്ണം അല്ലെങ്കിൽ 10 പോയിൻറ്റ് കറക്റ്റ് 10 എണ്ണമായിട്ട് കൊടുക്കരുതെന്ന്, ഒരു 2 സബ് സർക്യൂട്ടെങ്കിലും മിനിമം നമ്മൾ കൊടുക്കണം. എന്നാലേ ഭാവിയിലേക്ക് നമുക്ക് എന്തെങ്കിലും ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ലോഡ് ലൈനും കാൽക്കുലേഷൻ ഇത് കറക്റ്റായി കൊടുക്കാൻ പറ്റുള്ളൂ.
കാരണം ഭാവിയിൽ നമ്മളിപ്പോൾ 10 നമ്മൾ ഒരു MCBയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് വല്ല ലൈറ്റ് ലോഡ് വല്ല എക്സ്പാൻഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി, നമ്മൾ വീണ്ടും ആദ്യം മുതൽ എല്ലാ പണിയും എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റിക്ക് നമ്മളെപ്പോഴും 800 വാട്ട്സ് ആണെങ്കിൽ കറസ്പോണ്ടിങ്ങിൽ ഒരു 600 വാട്ട്സൊക്കെ നമ്മൾ എടുക്കാറുള്ളൂ. അതേപോലെ തന്നെ ഒരു 6-7 പോയിൻറ്റ്സൊക്കെ നമ്മൾ എടുക്കാറുള്ളൂ, 10 പോയിൻ്റ് ഉണ്ടെങ്കിലും. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പവർ സബ് സർക്യൂട്ടിനെ കുറിച്ചിട്ട്. അപ്പോൾ അവിടുത്തെ മാക്സിമം ലോഡ് എന്ന് പറയുന്നത് 3000 വാട്ട്സാണ് ശരിക്കും പറഞ്ഞാൽ. അതേപോലെ തന്നെ 2 പ്ലഗുകൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അതായത് ഒരു സബ് സർക്യൂട്ടിൽ 3000 വാട്ട്സ് അല്ലെങ്കിൽ 2 പവർ പ്ലഗുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 റൂൾസ് നമ്മളൊന്ന് മൈൻഡിൽ വെക്കേണ്ടതാണ്. അക്കോർഡിംഗ് ടു ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ദർ ഷുഡ് ബി സെപ്പറേറ്റ് സബ് സർക്യൂട്ട് ഫോർ ലൈറ്റ് ആൻഡ് പവർ ലോഡ്സ്. അപ്പോൾ പവർ ലോഡിനും ലൈറ്റ് ലോഡിനും സെപ്പറേറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഇൻ ദിസ് എക്സാമ്പിൾ വി ഷാൽ ദെയർഫോർ ഹാവ് 2 സബ് സർക്യൂട്ട്, 1 ഫോർ പവർ ഔട്ട്പുട്ട് ആൻഡ് 1 ഫോർ ലൈറ്റ് ആൻഡ് ഫാൻ പോയിൻറ്റ്സ്. അപ്പോൾ ഒരെണ്ണം പവർ പ്ലഗുകൾക്ക് വേണ്ടി മാത്രം, അതേപോലെ തന്നെ മറ്റേന്ന് പറയുന്നത് ലൈറ്റ് ആൻഡ് ഫാൻ പോയിൻറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ ഒരു ഫിഗർ വരച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് മനസ്സിലാൻ വേണ്ടി വരച്ചതാണത്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സബ് സർക്യൂട്ടിൽ 2 ലൈറ്റും 1 ഫാനും, രണ്ടാമത്തെ സബ് സർക്യൂട്ടിൽ 1 പവർ പ്ലഗ്. അപ്പോൾ പവർ പ്ലഗിൻ്റെ സിമ്പിൾ വരച്ചിട്ട് കൊടുത്തു. ഇവിടെ ലൈറ്റും ഫാനും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് സിംഗിൾ ലൈൻ ഡയറക്റ്റ് നമ്മൾ കൊടുത്താണ്. ഓക്കെ, അടുത്ത അതിൻ്റെ കുറച്ചും കൂടി പിക്ചർ റെപ്രസെൻറ്റേഷൻ, അതായത് മൾട്ടി ലൈൻ, അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് 2 സർക്യൂട്ട് 1, 2 സർക്യൂട്ട് 2, അതേപോലെ തന്നെ മെയിൻ സ്വിച്ചിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് നമ്മളിവിടെയും കൊടുത്തേക്കണം. അതായത് ഇതിൻ്റെ വേറെ ഒരു മെത്തേഡിൽ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വരച്ചു എന്നുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ഫോർ ദ കാൽക്കുലേഷൻ പാർട്ട് ഓഫ് വിച്ച്, അതായത് സൈസ് ഓഫ് ദ വയർ വി നീഡ് ടു ചൂസ്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ കറണ്ട് ഫോർ ദിസ് പർപ്പസ്. കാരണം വെച്ചാൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വരെയെങ്കിലും നമുക്ക് ഫുള്ള് കറണ്ട് നമ്മുടെ വഴിയാണ് ഉണ്ടാവുക. അതായത് നമ്മുടെ മെയിൻ സ്വിച്ച് കടന്നു കഴിഞ്ഞാൽ അവിടെ മുതൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വരെ വയറിടണം. അതായത് ഈ ഒരു ഫിഗർ നോക്കാൻ നമുക്കറിയാം, ഈ ഒരു വയർ, അതായത് മെയിൻ സ്വിച്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ വയർ, ഈ വയറിൽ കൂടി നമ്മൾ മൊത്തം ലോഡ് കടന്നു പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ മൊത്തം എത്ര വാട്ട്സ് അല്ലെങ്കിൽ കറണ്ട് കൂടി പാസ് ചെയ്യും നമ്മൾ അതിനെ കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ വാട്ട്സ് നമുക്കറിയാം, കാരണം 180 + 1000 ആണ് വരിക. അത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1180 വാല്യൂ കിട്ടും. ആൻഡ് ഇസ് ഡിവൈഡ് ബൈ 240. അപ്പോൾ കറസ്പോണ്ടിങ് നമുക്ക് എന്ത് കിട്ടും? I കിട്ടും. അപ്പോൾ 5 ആംപിയറാണ് കറണ്ട് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 5 ആംപിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വയർ നമ്മൾ സെലക്ട് ചെയ്താൽ മതി. കോപ്പറിൻ്റെ വയർ നമ്മൾ മെയിൻ എടുക്കേണ്ടാവും സാധാരണ രീതിയിൽ. അപ്പോൾ അതിന് മുമ്പ് അതേപോലെ തന്നെ സബ് സർക്യൂട്ടിലും ഇതേപോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ സബ് സർക്യൂട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ലൈറ്റ് സബ് സർക്യൂട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ 180 ആണ് വന്നേക്കുന്നത്. സോ അപ്പോൾ 180 ഡിവൈഡ് ബൈ 240 ആണ് വരുന്നത്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 1 ആംപിയർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, the minimum size of the copper cable is to be used at light and fan sub circuit is 1.5 square meter. അപ്പോൾ 1.5 മീറ്റർ സ്ക്വയർ ആണ് നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 13 ആംപിയർ ആണ്. അപ്പോൾ നമ്മൾ ഹാൻഡ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ 13 ആംപിയർ താങ്ങാനുള്ള കപ്പാസിറ്റി നമ്മുടെ അതിനുണ്ട്. ഓക്കെ, അപ്പോൾ അതാണെങ്കിൽ നമുക്ക് 1 ആംപിയറാണ് ആകെ ഇവിടെ ഉള്ളൂ. പക്ഷേ ഇതിന് 13 ആംപിയർ താങ്ങാനുള്ള ശക്തി ഉണ്ട്. പിന്നെ നോ പ്രോബ്ലം, നമുക്കത് യൂസ് ചെയ്താൽ മതി. പവർ സർക്യൂട്ടിൻ്റെ കേസ് എടുക്കുന്നത്, പവർ സർക്യൂട്ടിൻ്റെ കേസിൽ നമ്മൾ എടുക്കുമ്പോൾ 1000 വാട്ട്സ് നമുക്ക് ആകെ വരുന്നുള്ളൂ. 1000 ഡിവൈഡ് ബൈ 240 4ൻ്റെ അടുത്താണ് അപ്രോക്സിമേറ്റ്ലി വരുന്നുണ്ടാവുക. അപ്പോൾ അവിടെ നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ നമുക്ക് ഉപയോഗിക്കാം. അതായത് 2.5 സ്ക്വയർ mm വയർ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 17.5 ആണ്. ഓക്കെ, അപ്പോൾ അതും നമ്മുടെ ഹാൻഡ് ബുക്ക് പേജ് നമ്പറിൽ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബുക്ക് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഹാൻഡ് ബുക്ക് എല്ലാവരുടെയും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കറസ്പോണ്ടിങ് ടേബിൾ നോക്കി നോക്കുക. കറസ്പോണ്ടിങ് പേജിലത്തെ ടേബിൾ നമ്പർ 78 ആണ്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആംപിയറിറ്റി നോക്കിയിട്ട് നമ്മൾ മെയിൻലി സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഇതിങ്ങനെ എഴുതി വയ്ക്കുക. ഇവിടെ മുതൽ ഇവിടം വരെ ഇന്ന കേബിൾ, ഇവിടെ മുതൽ ഇവിടം വരെ ഇന്ന കേബിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, 4 പോർഷൻസ് ഓഫ് കേബിൾ PP' ആൻഡ് AN ആൻഡ് QQ', BB' ഇൻ ദ ഫിഗർ G. അപ്പോൾ ഫിഗർ ജിയിൽ ഈ പോയിൻറ്റ്സ്, അതായത് PP അതുപോലെ QQ എന്നൊക്കെ പറഞ്ഞ പോയിൻ്റ് നമുക്ക് ഏതാണെന്ന് നോക്കി നോക്കാം. സോ അതായത് ഇതാ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതായത് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് A മുതൽ A' വരെ, B മുതൽ B' വരെ, അതായത് മെയിൻ സ്വിച്ചിൽ നിന്നും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വരെ. അത് മാത്രമല്ല, നമ്മുടെ മെയിൻ സ്വിച്ച് വരെ എത്തണമെങ്കിൽ നമ്മുടെ എനർജി മീറ്ററിൽ നിന്ന് വയർ വരണം. അപ്പോൾ എനർജി മീറ്റർ മുതൽ ഈ ഡിസ്ട്രിബ്യൂഷൻ മെയിൻ സ്വിച്ച് വരെ നമ്മൾ വലിക്കുന്ന വയറും സെയിം തന്നെ വേണം. എന്നാലാണ് ആ കറക്റ്റ് ലോഡ് നമുക്ക് കിട്ടുള്ളൂ രണ്ടിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വയർ അതിനാവശ്യമുള്ള വയർ ഇട്ടില്ലെങ്കിൽ ഇവിടെ കത്തി പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് കാൽക്കുലേഷൻ ചെയ്ത് കിട്ടിയ ലോഡ് തന്നെ വേണം ഇവിടെ ഇടുന്ന ആ ഒരു വയർ ഇടാൻ വേണ്ടിയിട്ട്. അതായത് ഇവിടെ നമുക്ക് എന്താണ് കറക്ഷൻ ചെയ്ത് കിട്ടിയത് ആ 2 വയേഴ്സ് തന്നെയാണ് ഇവിടെ 2 നമ്മൾ ഉപയോഗിക്കുക. അതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് മെയിൻലി. ഓക്കെ,
അതായത് മെയിൻ സ്വിച്ചിൻ്റെ മുമ്പും മെയിൻ സ്വിച്ചിന് ശേഷവും നമുക്ക് ആ ഒരു ടോട്ടൽ വയർ തന്നെയാണ് നമുക്ക് ഇടേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഫോർ ദ സബ് സർക്യൂട്ട് 1.5 സ്ക്വയർ mm സിംഗിൾ കോർ കോപ്പർ കണ്ടക്ടർ നമുക്ക് ആവശ്യമുള്ളൂ. കാരണം ഇത് 13 ആംപിയർ വരെ താങ്ങാനുള്ള കപ്പാസിറ്റി നമുക്ക് ആ ഒരു ആംപിയർ ആവശ്യമുള്ളൂ. അടുത്തതിൽ നമുക്ക് 4 ആംപിയറാണ് ആവശ്യമുള്ളത്. പക്ഷേ 2.5 സ്ക്വയർ സിംഗിൾ കോർ കോപ്പർ കണ്ടക്ടർ കേബിളിന് 17 ആംപിയർ വരെ താങ്ങാനുള്ള ശക്തിയുണ്ട്. അപ്പോൾ അത് പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല എന്തായാലും. കാരണം 17 ആംപിയർ വരെ ഇവിടെ നമുക്ക് വന്നതാകെ 4 ആംപിയറോ സംതിങ് ആണ് വന്നിട്ടുണ്ടാവുക. ഓക്കെ, കാരണം 1000/240 എടുത്ത് അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 4 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ മീറ്റർ ബോർഡ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്, അതും നമ്മൾ നേരത്തെ പറഞ്ഞു 2.5 സ്ക്വയർ mm സിംഗിൾ കോർ കോപ്പർ തന്നെയാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. ഇവിടെ പിന്നെ 3 ഫേസിൻ്റെ ആവശ്യം, കാരണം ടോട്ടൽ ലോഡ് നമുക്ക് വരുന്നത് 5000-ന് താഴെയാണ് വന്നത്. അതുകൊണ്ടാണ് ഇവിടെ 3 ഫേസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി ഇവിടെയൊക്കെ നമ്മൾ സബ് സർക്യൂട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഏത് ടൈപ്പ് MCB RCCB ആണ് ഉപയോഗിക്കുന്നത് പറയാൻ പോലെ. സോ ഫോർ ദ ഫസ്റ്റ് സബ് സർക്യൂട്ട് ദ ലോഡ് ഈസ് നോട്ട് വെരി ഹൈലി ഇൻഡക്റ്റീവ് ലോഡ് അല്ല ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈപ്പ് B MCB അവിടെ യൂസ് ചെയ്താൽ മതി. കറണ്ട് റേറ്റിംഗ് ഓഫ് ദ MCB ഷാൽ ബി 6 ആംപിയർ. കറണ്ട് റേറ്റിംഗ് 6 ആയിരിക്കണം. ദെയർഫോർ ദ സ്പെസിഫിക്കേഷൻ ഓഫ് ദ MCB ഈ സിംഗിൾ പോൾ P6. അപ്പോൾ നമ്മളിവിടെ വെച്ചേക്കണത് നമ്മുടെ ഹാൻഡ് ബുക്ക് പ്രകാരം നമ്മുടെ ആ ടേബിൾ നമുക്ക് MCBസിൻ്റെ ഒരു ഐഡിയ കിട്ടും. ഏതൊക്കെ കറണ്ട് റേറ്റിംഗിൽ MCBs അവൈലബിൾ ആണ്, 6 ആണോ 10 ആണോ 11 ആണോ 33 ആണോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആകെ ആവശ്യമുള്ളത് 1 ആംപിയർ ശരിക്കും ആവശ്യമുള്ളൂ. അപ്പോൾ 1ൻ്റെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 6 ആംപിയറിൻ്റെ MCB വെക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം അപ്പോൾ 6 ആംപിയർ വെച്ച് കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ്ങിൽ 6 ആണ് നമ്മളോട് എഴുതിയേക്കുന്നത്. കണ്ടോ, ഇവിടെ 6 എഴുതിയിട്ടുണ്ട്. ദെയർഫോർ ദ സ്പെസിഫിക്കേഷൻ ഓഫ് ദ MCB ഈസ് സിംഗിൾ പോൾ B6. ബി ഫോർ ദ വിച്ച് ടൈപ്പ് ഓഫ് MCB എന്നാണ്. അപ്പോൾ ടൈപ്പ് ഓഫ് MCBയുടെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് MCBs ഉണ്ട്, A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഫോർ സബ് സർക്യൂട്ട് 2 ആസ് ദ ലോഡ് ആർ അൺനോൺ വി നീഡ് ടു യൂസ് ടൈപ്പ് C MCB. അപ്പോൾ കുറച്ച് ലോഡ് കൂടുതലായിരിക്കും വരിക, കാരണം ഏത് ടൈപ്പ് ലോഡ് നമ്മൾ ഉപയോഗിക്കാൻ നമുക്ക് അറിയില്ല, പവർ പ്ലഗ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കറണ്ട് റേറ്റിംഗ് ഓഫ് ദ MCB ഷാൽ ബി അറ്റ് 10 ആംപിയർ. അപ്പോൾ നമ്മളൊരു 10 ആംപിയറിൻ്റെ MCB ഉപയോഗിക്കണം, എന്തായാലും പെട്ടെന്ന് ഡൗൺ ആവുള്ളൂ. അപ്പോൾ കറണ്ട് റേറ്റിംഗ് ഓഫ് ദ MCB ഷാൽ ബി ഓഫ് 10 ആംപിയർ. അത് നമ്മുടെ ഹാൻഡ് ബുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കറക്റ്റ് വാല്യൂ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ 6, 10 പല റേഞ്ചസിൽ ഇത് അവൈലബിൾ ആണ്. അതിനാണ് നമ്മൾ ഹാൻഡ് ബുക്ക് യൂസ് ചെയ്യാൻ പറയണം. ഓക്കെ, therefore the specialization of the MCB is single pole C10. കാരണം വെച്ചാൽ C ആണ് കുറച്ചുകൂടി നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ലോഡ് കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മൾ C ഉപയോഗിക്കുന്നത്. ലൈറ്റ് ലോഡും അത് ഇൻഡക്റ്റീവ് ലോഡും കാര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ നമുക്ക് B ടൈപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. സോ അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഡക്റ്റീവ് ടൈപ്പൊക്കെ ആയിരിക്കും മോസ്റ്റ്ലി നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ C10 എന്നാണ് നമ്മളതിനെ പറയേണ്ടത്. അതുപോലെ വെച്ചാൽ C ടൈപ്പാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അതായത് ലോഡ് കൂടുതലുള്ള ഐറ്റംസ്, അതായത് ഇൻഡക്റ്റീവ് ടൈപ്പ് ലോഡ് കൂടുന്നതോടെ നമ്മൾ C ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ദ സ്പെസിഫിക്കേഷൻ ഓഫ് RCCB. അപ്പോൾ അടുത്ത നമ്മൾ പറയുന്നത് RCCBനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ RCCBയുടെ കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പറയുന്നത് 2 പോൾ 240 വോൾട്ട് 16 ആംപിയർ 30 മില്ലി ആംപിയർ എന്നാണ് അതിൻ്റെ റേറ്റിംഗ് നമ്മൾ പറയേണ്ടത്. അതുപോലെ തന്നെ AC ടൈപ്പ് എന്നും പറയാറുണ്ട്. സോ അപ്പോൾ 30 മില്ലി ആംപിയർ എന്നുള്ളത് ആ ഒരു ഡിഫറൻസ് വരുമ്പോഴാണ് അത് ട്രിപ്പ് ആവുക. അതായത് അതിൻ്റെ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ കറണ്ട് എവിടെയെങ്കിലും ലീക്കായി പോയിട്ടുണ്ടെങ്കിൽ ഇത് ട്രിപ്പ് ആവും ഓട്ടോമാറ്റിക്കലി. അതാണ് അങ്ങനെയാണ് നമ്മളത് സേഫ് ആവുന്നത്. Note that the standard rating of RCCB are similar to MCB but except minimum rating which is 16 ampere. അപ്പോൾ ഈ RCCBസിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ ഏകദേശം കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് MCB RCCB തമ്മിൽ. പക്ഷേ നമ്മുടെ RCCB തുടങ്ങുന്ന കറണ്ട് എന്ന് പറയുന്നത് 16 ആംപിയറാണ്. അത് മാത്രമാണ് ആകെ ഡിഫറൻസ് ഉള്ളത് മെയിൻലി. ഓക്കെ, നെക്സ്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് ദ റേറ്റിംഗ് ഓഫ് ദ മെയിൻ സ്വിച്ച് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. അപ്പോൾ മെയിൻ സ്വിച്ച് ഡിസ്ട്രിബ്യൂഷൻ ബോർഡൊക്കെ നമുക്ക് എങ്ങനെ വെക്കാൻ അടുത്തുള്ള പറയാമാണ്. The current rating of the main switch is decided as per the total current of the circuit to be controlled by it. അപ്പോൾ കറണ്ട് റേറ്റ് നമ്മൾ തീരുമാനിക്കുന്നത് ടോട്ടൽ കറണ്ടിൻ്റെ വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദ നമ്പർ ഓഫ് വേസ് ആൻഡ് ദ കറണ്ട് റേറ്റിംഗ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഡിസൈഡ് ആസ് പെർ നമ്പർ ഓഫ് സബ് സർക്യൂട്ട്. അപ്പോൾ എത്ര വേസ് ഉണ്ട്, അത് എത്ര MCBയിൽ വെക്കണം, എത്ര ഹോൾസ് വേണം, അതൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ സബ് സർക്യൂട്ടിൻ്റെ എണ്ണം നോക്കിയിട്ട്. അപ്പോൾ സബ് സർക്യൂട്ടിൻ്റെ എണ്ണം കൂടുകയാണെങ്കിൽ നമുക്ക് MCBയുടെ എണ്ണം കൂട്ടേണ്ടി വരും. ഓക്കെ, സബ് സർക്യൂട്ടിൻ്റെ എണ്ണം കുറയുകയാണെങ്കിൽ MCBയുടെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ പറ്റും. Okay, and is connected to it and current of the sub-circuit have highest current rating. അപ്പോൾ ഹയസ്റ്റ് കറണ്ട് റേറ്റിംഗ് ഉള്ള സബ് സർക്യൂട്ടിലത്തെ പോയിന്റ് എടുത്തിട്ടാണ് അത് ചെയ്യേണ്ടത് മെയിൻലി. കാരണം വെച്ചാൽ ആ ഒരു കറണ്ടും കൂടി ഇത് താങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ വെക്കുന്നത്. കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വഴിയാണ് എല്ലാ സപ്ലൈ നമ്മൾ ഭരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് പോലത്തെ ഉള്ള ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വേണം നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്പർ ഓഫ് വേസ് ആൻഡ് ദ കറണ്ട് റേറ്റിംഗ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഇസ് ഡിസൈഡ് as per the number of sub-circuits to be connected to it and current of the sub-circuit having highest current rating. അപ്പോൾ highest current of the sub-circuit നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്.
അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ വയ്ക്കാൻ പോകുന്നത് ഇതൊക്കെയാണ്. അതായത് മെയിൻ സ്വിച്ച് ബോർഡ് എന്ന് പറയുന്നത് 250 വോൾട്ട് 16 ആംപിയർ. കാരണം 16 ആംപിയർ നമുക്കിവിടെ മാക്സിമം വരുള്ളൂ. സോ 16 ആംപിയർ DP/IP, കാരണം DP/IP ഡബിൾ പോൾ അയൺക്ലാഡ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, വിത്ത് ഫ്യൂസ്. ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് നമ്മൾ പറയുന്നത് 250 വോൾട്ട് 16 ആംപിയർ 2-way അയൺക്ലാഡ് ബോക്സാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, കാരണം ഇവിടെ 2-way എന്ന് പറയാൻ കാരണം നമുക്കിവിടെ 2 MCBകളുണ്ട് മിനിമം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു MCB ഫോർ ദ പവർ സർക്യൂട്ട് ആൻഡ് അനദർ MCB ഫോർ ദ ലൈറ്റ് ലോഡിൽ വേണ്ടി ഒരു MCB വേണം, പവർ ലോഡിൽ ഒരു MCB വേണം. അപ്പോൾ 2 MCB നമുക്ക് മിനിമം എന്തായാലും വേണം. സോ 2-way ആംഗിൾ ബോക്സ് നമ്മളതിനെ പറയും. ഓക്കെ, അപ്പോൾ മെയിൻലി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അതിൻ്റെ ടോട്ടൽ ലോഡാണ് നമ്മൾ അതിനുള്ളത്. അതായത് സബ് സർക്യൂട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ട്, അതായത് നമ്മുടെ ലൈറ്റ് സബ് സർക്യൂട്ടിൽ എത്ര ലോഡ് വരും, പവർ സബ് സർക്യൂട്ടിൽ എത്ര ലോഡ് വരും, പിന്നെ നമ്പർ ഓഫ് സബ് സർക്യൂട്ടിൻ്റെ എണ്ണം, അതിനുശേഷം അതിന് വേണ്ടിയിട്ടുള്ള വയേഴ്സിൻ്റെ വലിപ്പം, അതായത് എത്ര mm² വയറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഹൗസ് ഹോൾഡ്സിലൊക്കെ മെയിൻലി നമുക്ക് 2.5 mm² പവർ സർക്യൂട്ട്സിലും, അതേപോലെ തന്നെ നമ്മുടെ സാധാരണ ലൈറ്റ് ലോഡ് കണ്ടീഷനിലൊക്കെ നമുക്ക് 1.5 mm² നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻലി. ഓക്കെ, അപ്പോൾ റേറ്റിംഗ് ഓഫ് MCBs ആൻഡ് RCCB ആണ് അതാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള MCB ഏതാണ്, RCCB ഏതാണ്, അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കാം. പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് ദ റേറ്റിംഗ് ഓഫ് ദ മെയിൻ സ്വിച്ച് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഏത് ടൈപ്പിൽ വേണം, അത് എത്ര വേസ് ഔട്ട് വേണം, അതുപോലെ തന്നെ MCB നമ്മുടെ മെയിൻ സ്വിച്ചിൻ്റെ മാക്സിമം വരുന്ന ആംബിയർ റേറ്റിങ്ങും വാട്ട്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനിലൂടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിൻലി കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാനുണ്ടാവുക. ഓക്കെ, ഇതേപോലെ തന്നെ വേറൊരു പ്രോബ്ലമാണ് നമ്മളിവിടെ കൊടുത്തേക്കണത്, ഹൗസ് വയറിങ്. അപ്പോൾ വി നീഡ് ടു ഡിസൈൻ ഇലക്ട്രിക്കൽ സ്കീമാറ്റിക് സിംഗിൾ ലൈൻ ഡയഗ്രാം നമ്മുടെ ക്വസ്റ്റ്യനിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ചെറിയൊരു സിംഗിൾ ലൈൻ ഡയഗ്രാം നമുക്ക് വരയ്ക്കേണ്ടതുണ്ട് ഇതിനകത്തുനിന്ന്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് നമ്മുടെ ലോഡും കാര്യങ്ങളൊക്കെ. അത് എനിക്ക് ടെസ്റ്റില്ല. 5 40 വാട്ട്സിൻ്റെ ഫ്ലൂറസെൻ്റ്, 5 40 വാട്ട്സിൻ്റെ CFL, 5 20 വാട്ട്സിൻ്റെ സീലിംഗ് ഫാൻ, 4 60 വാട്ട്സിൻ്റെ എക്സോസ് ഫാൻ, 2 നമ്പർ 60 വാട്ട്സിൻ്റെ, അതേപോലെ തന്നെ പവർ ലോഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ഒന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ ടോട്ടൽ ലോഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ലൈറ്റ് ലോഡ്സിൻ്റെ ഏകദേശം ഇത്രയാണ് വന്നേക്കുന്നത്. ഏകദേശം ടോട്ടൽ നമ്പർ ഓഫ് ലോഡ്സ് വന്നാണ് 25ഓളാണ്. അപ്പോൾ ഇത് കാൽക്കുലേഷൻ നമുക്കറിയാൻ പറ്റും. നമുക്കറിയാം 10 പോയിൻ്റ് പാടുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഏകദേശം ഒരു 3 സബ് സർക്യൂട്ടെങ്കിലും നമുക്ക് വേണം ലൈറ്റ് ലോഡ്സിൽ ഈ കേസിൽ. ഓക്കെ, ദെൻ പവർ ലോഡിൽ നമുക്ക് 16 ആംപിയറിൻ്റെ ഗ്രൈൻഡർ ഉണ്ട്. പിന്നെ വാട്ടർ പമ്പ് 0.5 HP ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ. സോ അപ്പോൾ നമുക്കവിടെ വന്നത് 746/2 ആണ് വന്നിട്ടുണ്ടാവുക. ദെൻ വാട്ടർ ഹീറ്റർ. അപ്പോൾ അവിടെയും ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കണം. ദെൻ രണ്ടും കൂടി നമ്മൾ കൂട്ടി നോക്കുക, ലൈറ്റ് ലോഡും പവർ ലോഡും. അപ്പോൾ ഏകദേശം വന്നത് വീണ്ടും 4000 സംതിങ് ആണ്. അപ്പോൾ ഇവിടെയും നമുക്ക് 3 ഫേസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നേരത്തെ ചെയ്ത മെത്തേഡ് പോലെ തന്നെ ഒന്ന് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ കാൽക്കുലേഷൻ ചെയ്യാം. കാരണം വെച്ചാൽ ഇപ്പോൾ ചിലവർക്ക് ഒരു 8 പോയിൻ്റ് എടുക്കാനാണ് തോന്നുന്നുണ്ടാവുക. അപ്പോൾ 25 പോയിൻ്റ് ഞാൻ പറഞ്ഞിരുന്നു. ചിലവർക്ക് 6 എടുക്കാൻ തോന്നും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസരിച്ച് നമ്മൾ ചെയ്യാം. അപ്പോൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ടാവുക. അപ്പോൾ 25 പോയിൻറ്റ്സ് / 6 ആണ് ചെയ്യുന്നത്. അപ്പോൾ 4.1. അപ്പോൾ 5 എണ്ണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും 3 എണ്ണം മസ്റ്റായിട്ട് വേണം എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കണം. അപ്പോൾ 25/6 ചെയ്യുമ്പോൾ നമുക്ക് 5, അതായത് 4 ആണ് വന്നിട്ട് 4 പോയിൻറ്റ് സംതിങ് വരും. അപ്പോൾ നമ്മൾ 5 ആക്കി എടുക്കും. അപ്പോൾ 5 MCBകളാണ് നമ്മളൊക്കെ ലോഡ് ചെയ്യേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ. അതേപോലെ തന്നെ പവർ സർക്യൂട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കുന്നു. അപ്പോൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് നമ്മൾ ഓൾറെഡി നമ്മുടെ ആപ്പിൽ ഇട്ടിട്ടുണ്ട്. യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ഫ്രം ദർ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ നോട്ട്സിൻ്റെ ആപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഈ സ്ലൈഡ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഷെഡ്യൂൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു യൂണിവേഴ്സിറ്റി പ്രോബ്ലംസ് ആണ്, കറസ്പോണ്ടിങ് ഫ്രം ദിസ് മൊഡ്യൂൾ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് ഈ ചാനൽ അതുവരെ നിങ്ങൾ കാണുന്നെങ്കിൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ വിത്ത് അനദർ ടോപ്പിക്.